സ്തോത്രം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിഷയം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. അതിനായി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 16 വരെ വായിക്കാം. എഫേസ്യ ലേഖനം 2:12 മുതൽ 16. എഫേസി ദോക്ക 12-16 तक. एफेसी 2:12-16 तक. എഫേഷ്യൻസ് 2:12-16. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഇന്ന് രാത്രിയിൽ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യത്തിനായി സ്തോത്രം. നിന്റെ വചനം പഠിപ്പാനായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ പഠിപ്പിക്കണമേ. ദൈവമേ, ആരുടെയെങ്കിലും ഹൃദയത്തെ ഈ ലോകത്തിലെ ദൈവം കുരുടാക്കി വച്ചിരിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയം ഇപ്പോൾ തന്നെ അങ്ങ് തുറക്കുമാറാകണമേ. അങ്ങനെ അവർ നിന്റെ വചനം ഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവവും നാമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ആദാമിനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ആദാം പാപം ചെയ്തപ്പോൾ ദൈവം തന്നെ അവനെ സന്ദർശിപ്പാനായി ഇറങ്ങി വന്നു. ദൂതന്മാരെ അയച്ചില്ല. അതുകൂടാതെ ദൈവം അവന് തോലുകൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി കൊടുത്തു. അതുകൂടാതെ ദൈവത്തിൻ്റെ പ്രോഗ്രാം പുതിയ യെരൂശലേമിൽ എന്തൊക്കെയാണ് എന്ന് മുഖവരിയായിട്ട് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ അതിന് ആഴമായി ചിന്തിപ്പാൻ തുടങ്ങിയാണ്. ആദ്യമേ മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നാൽ പാപം ചെയ്തപ്പോൾ അവൻ്റെ ദൈവസ്വരൂപം നഷ്ടപ്പെട്ടു. പിന്നെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവം ചെയ്തതെന്ത് എന്നിവിടെ നാം വായിക്കുമ്പോൾ അതിൻ്റെ 15-ാം വാക്യം, സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും. അപ്പോൾ നമ്മെ ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പിക്കുന്നത് വിശ്വസിക്കുന്നത് കൊണ്ടല്ല, നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല. വിശ്വാസം ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്. ദൈവത്തോട് നിരപ്പിക്കണമെങ്കിൽ ഒരു പുതു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടണം. എപ്പോൾ വരെ ഒരു പുതു മനുഷ്യൻ നമ്മിൽ സൃഷ്ടിക്കപ്പെടുന്നില്ലയോ ദൈവവുമായി നിരപ്പ് ആകുവാൻ കഴിയുകയില്ല. ഇവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നമ്മിൽ ഒരു പുതു മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടാണ് ദൈവവുമായി നിരപ്പ് ഉണ്ടാക്കുന്നത്. ഇന്ന് പുതു മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യത്തിലല്ല ചിന്ത, എങ്ങനെയെങ്കിലും മനുഷ്യരുടെ പ്രയാസങ്ങൾ മാറണം. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. സുരേഷ് ബാബു പ്രാസംഗികൻ വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ കുടുംബത്തിൽ പ്രയാസമുള്ളവരെല്ലാം വരിക. ഇതെല്ലാം സാത്താൻ്റെ വലിയ തന്ത്രമാണ്. ചെറിയ തന്ത്രമല്ല, വലിയ തന്ത്രമാണ്. യഥാർത്ഥത്തിൽ നിന്ന് ജനങ്ങളെ ഭൗതികത്തിലേക്ക് കൊണ്ടുപോകുന്ന സാത്താൻ്റെ വലിയ തന്ത്രമാണ്. ദൈവം ദൈവമായി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു. എന്നാൽ ഒരു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അവനൊരു പുതു മനുഷ്യനെ സൃഷ്ടിക്കപ്പെടണം. ഒരു പുതു മനുഷ്യൻ അവന് സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ മാത്രം
മാത്രമേ ദൈവവുമായി അവന് ബന്ധം പുലർത്തുവാൻ. ദൈവമായി എല്ലാവരുടെയും കാര്യങ്ങൾ അറിയുന്നു. എന്നാൽ മനുഷ്യനുമായുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, എന്തുകൊണ്ട് മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു, അത് ശരിയായി അതിൻ്റെ അളവിലേക്ക് വരണമെങ്കിൽ ഒരു പുതു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടേ മതിയാകുള്ളൂ. അതിൻ്റെ എഫേസ്യർ 2:19 വായിച്ചാൽ, എഫേസ്യർ 2:19, എഫേഷ്യൻസ് 2:19, എഫേസ്യർ 2:19, 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ, ദൈവത്തിന്റെ ഭവനക്കാർ. അപ്പോൾ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നാം ദൈവത്തിന്റെ ഭവനക്കാരായി തീരുക എന്നുള്ളതാണ്. ഞാൻ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ളതിനേക്കാൾ വളരെ മുൻപോട്ട് ചെന്ന് ദൈവത്തിന്റെ ഭവനക്കാരായി തീരുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ ഭവനക്കാരനാകുവാനുള്ള ഭാഗ്യം അവന് ലഭിച്ചില്ല. ആഴമായി ശ്രദ്ധിക്കണം. യോനാൻ സ്നാപകൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ ഭവനക്കാരനാകുവാൻ അവന് ഭാഗ്യം ലഭിച്ചില്ല. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. എങ്ങനെയാണ് യോഹന്നാനേക്കാൾ വലിയനാവുന്നത്? നാം അവന്റെ ഭവനക്കാരായി തീരുന്നത് കൊണ്ട്. ഇതാണ് ആഴമായി മനസ്സിലായി. ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ടല്ല. പപ്പ പാസ്റ്ററുടെ മകനാണോ? അല്ല, ഇദ്ദേഹത്തിൻ്റെ പപ്പ വന്നിട്ടുണ്ടോ? മോളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ബ്രദർ പാസ്റ്റർ പോൾ ഇങ്ങോട്ട് വന്നാൽ. മോളിങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനായിട്ട്. ഇങ്ങോട്ട് രണ്ടുപേരും ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് വന്നാൽ. മോളിങ്ങോട്ട് വിളിച്ചോണ്ട് ഇവിടെ മുൻപിലോട്ട് വന്നാൽ. ഇത് പാസ്റ്ററുടെ മോളല്ലേ? ഇത് പാസ്റ്ററുടെ മോളാണ്. മോളുടെ പേരെന്താ? അനുഗ്രഹ. ഇത് പാസ്റ്ററുടെ മോൾ അനുഗ്രഹ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയതാണോ? അല്ല, ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ എടുത്താണോ? സഹോദരൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഈ സഹോദരനിൽ നിന്ന് ജനിച്ച ഒരു മകളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എത്ര അടുത്ത ബന്ധമാണ്. അതുപോലെയാണ് ദൈവമക്കളാകുന്ന നമുക്കും ദൈവവുമായിട്ടുള്ള ബന്ധം. ഇദ്ദേഹത്തിന് ഉള്ള ബന്ധത്തെക്കാൾ ഇങ്ങനെയൊരു പെൺകുട്ടി ജനിക്കുമെന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ, ഇയ്യോബിന്റെ പുസ്തകം 1:5, ഇയ്യോബില്ല, യിരെമ്യാ 1:5. ക്ഷമിക്കണേ, ഇയ്യോബല്ല, യിരെമ്യാ. എൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുന്ന തെറ്റുകൂടെ സഹിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഈ യിരെമ്യാ 1:5, യിരെമ്യാ 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. കേട്ടോ, ഈ സഹോദരന് ഇങ്ങനെയൊരു മകള് ജനിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ പിതാവ് നാം ജനിക്കുന്നതിന് മുൻപേ നമ്മളെക്കുറിച്ച് സകലതും അറിഞ്ഞവനാണ് നമ്മുടെ പിതാവ്. ഇപ്പോൾ ഇതിന്റെ വ്യത്യാസം ഇവിടെ തന്നെ 1 പത്രോസ് 1:23 വായിച്ചാട്ടെ. ഇവിടെ ഇരിക്കാൻ അല്പനേരം നിന്നാൽ 1 പത്രോസ് 1:23, 1 Peter 1:23. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താലാണ് വീണ്ടും ജനിക്കുന്നത്. വചനമാകുന്ന ബീജം.
ഇപ്പോൾ ഈ കർത്താവിന്റെ ദാസന്റെ ബീജം സഹോദരിയുടെ ഗർഭപാത്രത്തിൽ വന്നിട്ടാണ് ഈ മകൾ ജനിച്ചത്. അതുപോലെ ദൈവവചനമാകുന്ന ബീജം നമ്മുടെ ഉള്ളിൽ വരണം. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ 1-2 വായിച്ചാൽ. യോഹന്ന 1:1-2. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനമാണ് വിത്തായി വന്നത്. ആ വിത്താണ് നമ്മിൽ പുതുമനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യനിൽ കൂടുള്ള സമ്പർക്കം ദൈവം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് പഴയ മനുഷ്യന് ദൈവമുണ്ട്, പുതുമനുഷ്യന് പിതാവുണ്ട്. ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? പഴയ മനുഷ്യർക്ക് ആരാ ഉള്ളത്? ദൈവം. പഴയ മനുഷ്യന് ദൈവം എല്ലാവർക്കും ദൈവമാണ്. എന്നാൽ നമ്മിലുള്ള പുതുമനുഷ്യന് എന്താണ് ഉള്ളത്? പിതാവ്. എത്ര പേർക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലായി? ദൈവം സകലർക്കും ദൈവമാണ്. എന്നാൽ നമ്മുടെയുള്ള പുതുമനുഷ്യൻ അവൻ ആരാണ്? പിതാവാണ്. ദൈവം ദൈവമായിട്ടേ അബ്രഹാമിന് വെളിപ്പെട്ടുള്ളൂ, മോശയ്ക്കും ദൈവമായിട്ടേ വെളിപ്പെട്ടുള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ അവനെ പിതാവായി വെളിപ്പെടുത്തി. അപ്പോൾ നാം ദൈവത്തെ ദൈവമായിട്ട് ആരാധിക്കുന്നു എങ്കിലും അതിലും ഉയർന്ന ഒരു സ്ഥാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ്? പിതാവായി അവനെ ആരാധിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞ് ഈ അപ്പന്റെ മകളായി ജനിച്ചതുകൊണ്ട് വ്യത്യാസം എന്താണ്? അഥവാ ഇവളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുവന്നാണ് ദയ കൊണ്ട് കർത്താവിന്റെ ദാസൻ പോളിന് ദയ തോന്നി. ഈ കുഞ്ഞ് അവിടെ തെണ്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ കൊണ്ടുപോയി എത്ര സ്നേഹം പറഞ്ഞാലും ഇദ്ദേഹം മേശപ്പുറത്ത് നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇഡ്ഡലി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ വെളിയിൽ നിന്ന് എടുത്തു വന്ന ഒരു മകളാണെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് പപ്പ എനിക്ക് വിശക്കുന്നു എന്നൊന്ന് പറയും, കൊടുത്തെങ്കിൽ എടുത്ത് കഴിക്കും. എന്നാൽ മകളാണെങ്കിൽ പപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇഡ്ഡലിയേ ഉള്ളെങ്കിലും പപ്പായുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കും. മേശപ്പുറത്ത് വന്നിരുന്ന് കഴിക്കും. അവിടെ നിന്ന് എനിക്ക് തരണേ, എനിക്ക് തരണേ, എനിക്ക് തരുമോ, എനിക്ക് തരുമോ എന്ന് പറയയില്ല. അതാണ് ജനിച്ച അവകാശം. അതുകൊണ്ട് പഴയ നിയമക്കാരെല്ലാവരും ദൈവത്തെ ദൈവമായിട്ട് ആരാധിച്ചപ്പോൾ അവർക്ക് ദൈവം ധനം കൊടുത്തു. ആ ധനം കൊടുത്തതിന്റെ ഉദ്ദേശം ആ കാലത്ത് ദൈവമായി മാത്രം വെളിപ്പെടാൻ താൻ ആഗ്രഹിച്ചു. ശ്രദ്ധിക്കണം എല്ലാവരും. ദൈവമായി വെളിപ്പെടാൻ ആഗ്രഹിച്ചു. ആ കാലത്ത് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏത് ദൈവത്തിനാണ് കൂടുതൽ ശക്തിയുള്ളവൻ ധനം കൊടുക്കും. അപ്പോൾ ദൈവമായിരുന്ന് ധനം കൊടുത്ത് ആ ദൈവമാണ് വലിയ ദൈവമെന്ന് ജാതിയുടെ മധ്യ ദൈവം തെളിയിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ദൈവമായിട്ട് മാത്രമല്ല പിതാവായിട്ട് തെളിയിക്കുക. പിതാവായിട്ട് തെളിയിക്കുമ്പോൾ നേരത്തെ കൊടുക്കുകയല്ല, ആവശ്യമുള്ളപ്പോൾ കൊടുക്കുക. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം നേരത്തെ കൊടുക്കുകയാണോ പിതാവ്? അല്ല. നേരത്തെ കൊടുത്താൽ എങ്ങനെയാ ചെലവഴിക്കേണ്ടതെന്ന് ഇവൾക്ക് അറിഞ്ഞുകൂടാ. ഇവൾക്ക് ആവശ്യമുള്ളപ്പോൾ നോക്കി കണ്ട് പിതാവ് കൊടുക്കും. അതുപോലെ പുതിയ നിയമത്തിൽ ജനിച്ചവർക്ക് ധനം കൊടുത്ത് അവരെ അങ്ങ് നശിപ്പിക്കാനല്ല, അവരുടെ കൂടെ വസിച്ച് അവർക്കാവശ്യമുള്ളത് അന്നന്ന് കൊടുക്കുന്ന ദൈവമാണ്. മത്തായി സുവിശേഷം 6:8 വായിച്ചാട്ട്. മത്തായി 6:7 വിട്ടു. 6:7 വിട്ടു. മത്തായി 6:7 വിട്ടു. മാത്യു 6:7-8 വായിച്ചാൽ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിന്റെ പിതാവിനോട് 7 വായിച്ചാട്ട്. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ.
നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. സ്തോത്രം. അബ്രഹാമിനെ ദൈവം നടത്തിയ വിധം വേറെ, മോശയെ നടത്തിയ വിധം വേറെ, മക്കളാകുന്ന നമ്മെ നടത്തുന്ന വിധം വേറെ. അബ്രഹാമിനെ നടത്തിയ ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ടാണ് നടത്തിയത്. എന്നാൽ നമ്മെ നടത്തുന്നത് നമ്മിൽ വസിച്ചുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാൻ 14:23. ജോൺ 14:23. യോഹന്ന 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അബ്രഹാമിനും മറ്റ് പഴയ നിയമക്കാർക്കും ദൈവം ദൂരത്ത് നിന്ന് ആവശ്യമുള്ളത് അങ്ങനെ കൊടുത്തു. നേരത്തെ കൊടുത്ത അവരുടെ മുൻപിൽ ദൈവം യഥാർത്ഥ ദൈവം ആരാണെന്ന് തെളിയിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മുടെ കൂടെ വസിച്ച് ഇവരെന്റെ മക്കളാണെന്ന് തെളിയിക്കുന്നവനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു പിതാവ് ഉണ്ടെന്ന് വെളിപ്പെടുത്തിയാണ് ഇവിടെ ജീവിക്കേണ്ടത്. എന്നാൽ ഈ കാര്യം അറിയാതെ ഇന്നത്തെ പ്രാസംഗികരും വചനം അറിയാവുന്നത് പറയുന്നവരും പ്രസംഗികരെല്ലാം ജനത്തെ വഞ്ചിച്ച് വഴിതെറ്റിച്ച് ലൗകികരാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ അന്യായം നടന്നുകൊണ്ടിരിക്കുക. എന്താണ്? സത്യവചനം കൊടുക്കാതെ, യഥാർത്ഥ വചനം കൊടുക്കാതെ, പഴയ നിയമ വിശുദ്ധന്മാരുടെ രീതിയിൽ ജനത്തെ കൊണ്ടുവന്ന് നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട്. അമേരിക്ക മുഴുവൻ നശിച്ചു, ഇപ്പൊ കേരളം നശിച്ചുകൊണ്ടിരിക്കുക. മുക്കാലും നശിച്ച നിലയിലായി കഴിഞ്ഞു. അമേരിക്ക നശിച്ചത് പ്രസംഗികരില്ലാഞ്ഞിട്ടല്ല, പ്രസംഗികരുടെ കൂടുതൽ കൊണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ടവരില്ലായിരുന്നു, മനുഷ്യരാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവവുമായിട്ടുള്ള ബന്ധം പിതാവും മകനും പോലുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞ് അതിന്റെ ആഴത്തിലേക്ക് പിന്നെയും വരുന്നുണ്ട്. നമ്മുടെ ബന്ധം ആരംഭിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം, പുതിയ നിയമ ബന്ധം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാകും. അത് അടുത്ത ദിവസം വരുന്ന ദിവസങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞിന് പിതാവിൽ നിന്ന് ജനിച്ചത് കൊണ്ട് അവകാശമുണ്ട്. അതുപോലെ നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമുക്ക് സകലത്തിന്മേലും അവകാശമുണ്ട്. സമയത്ത് ദൈവം നൽകും. അതുകൊണ്ട് മക്കളായി ജനിക്കണം. നിങ്ങൾ പോയി ഇരുന്നാൽ. എന്നാൽ ഇന്ന് ജനിക്കുന്ന അവസ്ഥ എത്ര ഉണ്ട്? ആ കാര്യം മനസ്സിലാകുവാൻ നമ്മൾക്ക് യെരമ്യാ 4:3 വായിച്ചാട്ട്. യെരമ്യാ 4:3. The book of Jeremiah chapter 4 verse 3. Jeremiah chapter 4 verse 3. യഹൂദ പുരുഷന്മാരോടും യെരുശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവീൻ. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴണം. ഇത് പറയാൻ കാരണം മത്തായി സുവിശേഷം 13 അധ്യായത്തിന്റെ 3 മുതൽ 8 വരെ നിങ്ങൾക്കറിയാവുന്ന ഉപമയാണ്, വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. എന്നാൽ ഓടിച്ചൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:3 മുതൽ 8. മത്തി തേര കത്തീൻ സെ ആട്ട് തക്. അവൻ അവരോട് പലത് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ഇവിടെ വിതയ്ക്കുന്നവന്റെ ഉപമ നിങ്ങൾക്കറിയാം. ഇവിടെ അധിക സമയം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അധികം പറഞ്ഞ് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിലത് വഴിയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. സാധാരണ പ്രസംഗിക്കുമ്പോൾ
ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണെന്ന് പറഞ്ഞ് അങ്ങ് പ്രസംഗിച്ചു പോകും. എന്നാൽ അവിടെ ഒരു ചോദ്യം വരുന്നത്, വിതയ്ക്കുന്നത് വഴിയിലാണോ വിതയ്ക്കേണ്ടത്, പാറസ്ഥലത്താണോ വിതയ്ക്കേണ്ടത്, മുള്ളിനിടയിലാണോ വിതയ്ക്കേണ്ടത്, അതോ ഒരുക്കിയ നിലത്താണോ വിതയ്ക്കേണ്ടത്? അപ്പൊ യഥാർത്ഥം വിതയ്ക്കുന്നവൻ എവിടെ വിതയ്ക്കും? ഒരുക്കിയ സ്ഥലത്ത് വിതയ്ക്കും. വഴിയിലല്ല വിതയ്ക്കേണ്ടത്, പാറസ്ഥലത്തല്ല വിതയ്ക്കേണ്ടത്, മുള്ളിനിടയിലല്ല. ഇതിന്റെ അർത്ഥം കൂടെ കർത്താവ് പറയുന്നു. 13:18 മുതൽ 23 വരെ വായിച്ചാൽ, 13:18 മുതൽ 23 വരെ. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. പാറസ്ഥലത്ത് വീണതും വഴിയരിയെ വീണതിന്റെ എല്ലാം കഥ കേട്ടല്ലോ. അതിന്റെ 22-ാം വാക്യത്തിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് എഴുതുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകും. അപ്പോൾ ഹൃദയത്തിൽ കിടക്കുന്ന ധനത്തിന്റെ ചിന്ത, ലോകത്തിന്റെ മോഹങ്ങൾ, അതിനെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനല്ല വചനമാകുന്ന വിത്ത്. ഇവിടെ ഞാൻ സുരേഷ് ബാബുവിന്റെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, പേര് പറയുക. കാരണം ജനങ്ങൾ വളരെ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്കെതിരായി പോയി മാനനഷ്ട കേസ് കൊടുത്താൽ ഞാൻ പോയി ഉത്തരം കൊടുക്കാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ പറഞ്ഞിട്ടങ്ങ് പോകാനല്ല. ഇതെല്ലാവരും വീഡിയോ റെക്കോർഡിങ് ഉള്ളതാണ്, നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, ഇനി ഈ ഒരുത്തരുടെയും വ്യക്തിപരമായുള്ള തെറ്റുകൾ ഞാൻ പറയുന്നില്ല, ഉപദേശത്തെ തെറ്റിക്കുന്നത് പറയും. വ്യക്തിപരമായ തെറ്റാണെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് പറയും, സഹോദര, ഈ വീഴ്ച നിനക്കുണ്ടായാലും ഇത് ഞാനിവിടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബെന്നിഹിന് ഞാൻ അതുപോലെ ലെറ്റർ എഴുതി. ഇങ്ങനെയാണ് ബെന്നിഹിനോട് പറഞ്ഞു. ഞാൻ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ തന്നെ ബെന്നിഹിനോട് പറഞ്ഞു, 1 മാസം സമയം ഈ കാണിക്കുന്ന നിന്റെ ഈ സുവിശേഷത്തിൻ്റെ രീതി അത് നീ ശരിയായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ അമേരിക്കൻ ന്യൂസ് മീഡിയ ആയി കൊടുക്കും. ചിലരെന്നെ കീഴ്പ്പെടുത്തി, ബെന്നിഹിൻ എത്ര വലിയ ശക്തിയുള്ളവനാണ്, നിന്നെ കൊല്ലാനും അവന് കഴിയും. ഞാൻ പറഞ്ഞു സാരമില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ന്യൂസ് മെന്നു കൊടുക്കാൻ തുടങ്ങി. പിന്നാണ് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങിയത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ബെന്നിഹിൻ്റെ ഉപദേശം തെറ്റാണെന്നുള്ളത്. ഇപ്പോഴും എന്നാൽ കേരളത്തിൽ ചിലരും ബെന്നിഹിനെ ദൈവമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് അവരുടെ അജ്ഞത കൊണ്ട്, വചനം അറിയാത്തത് കൊണ്ട്. അപ്പോൾ ഞാനിത് ആധികാരികമായി കേരളത്തെ, ജനത്തെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ദൈവവചനം മനുഷ്യരുടെ ഉള്ളിലുള്ള മുള്ളുകളാകുന്ന ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കാനല്ല, സമ്പത്തുകളുടെ ഞെരുക്കങ്ങളെ കുറിച്ച് ആ ഞെരുക്കം മാറ്റാനല്ല, കുടുംബ പ്രശ്നം മാറ്റാനല്ല, ദൈവത്തിൽ അവരെ ജനിപ്പിക്കാനാണ് ദൈവവചനം. ഈ പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർ അവരുടെ ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ പൂർണ്ണരായി തീരുവാനിടയാവും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ മാറ്റാനല്ല ദൈവവചനം. ദൈവവചനം കൊടുക്കേണ്ടത് ഓരോരുത്തരുടെ ഹൃദയത്തെ ഉഴുവാനാണ്. ഇപ്പോൾ ഇത് വരുന്ന കുഴപ്പമെന്ത്? നിങ്ങൾക്കിതിൽ ചിന്തയില്ല, എന്നാൽ എൻ്റെ ഹൃദയം ഭാരപ്പെടുന്നു. ഈ പാവപ്പെട്ട അനേകായിരങ്ങൾ ഇവരുടെ യോഗങ്ങൾക്ക് ചെന്ന് കൈപൊക്കി ഹല്ലേലൂയ പറഞ്ഞു സ്വീകരിച്ചു. അപ്പോൾ ഞാൻ സ്വർഗത്ത് രാജ്യത്തിൽ പോകുമല്ലോ എന്ന് കരഞ്ഞു, കർത്താവ് എനിക്ക് വീട് വേണമേ, വീട് കിട്ടി, എനിക്ക് കല്യാണം വേണം, കല്യാണം കിട്ടി, ജോലി കഴിഞ്ഞു, ഓ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ പോകും, വീടും കിട്ടി എന്ന് ചിന്തിച്ചിരിക്കുക. കാഹളം ധ്വനിക്കുമ്പോൾ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ, മക്കളായി ജനിച്ചവരെല്ലാം പോയി, ഞങ്ങളിവിടെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ജനത്തിന്മേൽ വരുന്ന വലിയ വഞ്ചനയാണ്. അതുകൂടാതെ വേറൊരു ആത്മാവും ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്.
വേറൊരാത്മാവ്. എന്താണ് ഞാൻ അത് സുരേഷ് ബാബുവിന്റെ കൂടെ 40 ദിവസം കൊല്ലത്ത് ഉപവാസം വരുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ അവിടെ വന്നു. അദ്ദേഹം ജബൽപൂർ വലിയ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ വന്നു. പറഞ്ഞു, എന്നെ കൊണ്ട് കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്, ഇതെല്ലാം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ക്ഷീണിച്ചിരിക്കാൻ, ഞങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് പഞ്ചാബിൽ ഗരിയാല എന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് നിങ്ങൾ വന്ന് അവിടെ പല സഭകൾ കൂടെ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എനിക്കൊരു സഹായം വന്നല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ 4-ാമത്തെ ദിവസം അവിടെ ചെന്നു. ഞാൻ അവിടുത്തെ കർത്താവിന്റെ ദാസനോട്, ഞാൻ എന്നും പ്രസംഗിക്കും, ഞാൻ അല്പം വിശ്രമിക്കട്ടെ, ഇദ്ദേഹം പ്രസംഗിക്കട്ടെ. ഞാൻ ആ പാസ്റ്ററുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അവിടുന്ന് ഒരു 500 ഗജം അകലെയാണ് മീറ്റിംഗ് നടക്കുന്നത്. പാട്ട് നടന്ന് പ്രസംഗം അടുക്കാറായപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു അസ്വസ്ഥത. ഞാൻ പെട്ടെന്ന് പൈജാമയും ഷർട്ട് വിട്ടുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഈ പ്രസംഗിയൻ അവിടെ സ്റ്റേജിൻ്റെ അടുക്കൽ ഇങ്ങനെ പാമ്പാടുന്നത് പോലെ ഇങ്ങനെ ആടുകയാണ്. അതിന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കണം. ഞാൻ ചെന്ന് പുറകിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ചെന്ന് ശാസിച്ചപ്പോൾ അദ്ദേഹം 252 ആത്മാക്കളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ ഇത്? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടേ അവരോട് കൈ പൊക്കാൻ പറയും. കൈ പൊക്കുന്നുണ്ടെ എല്ലാവരും കൈ പൊക്കും. അവരുടെ വിരലുകളിൽ കൂടെ ഞങ്ങൾ അകത്ത് കയറും. എല്ലാവരെയും കൈപൊക്കി നിർത്തിയിട്ട് സ്തോത്രം പറയിപ്പിക്കും. വിരലിൽ കൂടെ അകത്ത് കയറിക്കൊണ്ട് അവരെ അന്യഭാഷ പറയിപ്പിക്കും. അവിടെ ശാസിച്ചു അദ്ദേഹത്തെ. ഒടുവിൽ ആ സഹോദരൻ പറയുകയാണ്, ആ പാസ്റ്റർ പറയുകയാണ്, ഇതുവരെ ആരും എന്നെ പിടിച്ചിട്ടില്ല, ഇപ്പോഴാണ് നിങ്ങളാണ് എന്നെ പിടിക്കുന്നത്. ഞാൻ പറയും, സഹോദരൻ, ഇവിടെ പ്രസംഗിക്കാൻ നിങ്ങളെ അനുവദിക്കുകയില്ല. 252 ആത്മാക്കളെ കൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് കൈപൊക്കിയിരിക്കുമ്പോൾ അവരുടെ കൈ കൂടെ അങ്ങ് കയറും, അന്യഭാഷ അങ്ങ് തുടങ്ങും. അങ്ങനെയുള്ളതായ അന്യായം കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ചതിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവമായി വേണ്ടത് ഓരോരുത്തരുടെ ഹൃദയത്തെ ഉഴണം. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് വിചാരിച്ചാട്ട് നിങ്ങളിപ്പോൾ പാസ്റ്റർ ഇമ്മാനുവേൽ വന്നു, ഓർമ്മയ്ക്ക് വേണ്ടി പറയാൻ. ഇമ്മാനുവേൽ പാസ്റ്ററിന് 19 ഏക്കർ സ്ഥലമുണ്ട്. അതിങ്ങനെ കാട് പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം അവിടെ അടുത്തൊരു ബംഗ്ലാവിൽ താമസിക്കുകയാണ്. ഞാൻ അവിടെ റോഡ് സൈഡിൽ ഒരു ചെറ്റപ്പുരയിൽ കിടക്കുന്നവനാണ്. ഞാൻ ചിന്തിക്കുകയാണ്, മഴക്കാലത്ത് ഈ കർക്കിടക മാസത്ത് ഈ ഇമ്മാനുവേലിൻ്റെ അവിടെ പോയി കുറച്ച് ടമാറ്ററിൻ്റെ വിത്തങ്ങിട്ടാൽ അത് കിളുത്തു വരുമ്പോൾ 1/2 കിലോ 1 കിലോ ഒക്കെ ടൊമാറ്റർ കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ട് അങ്ങനെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ഇമ്മാനുവേൽ പാസ്റ്റർ, എന്താ നിങ്ങളിവിടെ വന്നത്? ഞാൻ അങ്ങനെ പോവുകയായിരുന്നു എന്ന് പറയും. ഞാൻ അതിലെ അങ്ങനെ പോവുകയായിരുന്നു. പോയിക്കോ. എന്നാൽ വാസ്തവമായി എനിക്ക് വിതയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മാനുവേലിൻ്റെ അവിടെ ചെന്നിട്ട് ഉഴണം, കിളയ്ക്കണം. ഞാൻ കിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇമ്മാനുവേൽ എന്നെ വിടുമോ? നിനക്കെന്താ അധികാരം കൂടെ കയറാൻ? അപ്പോൾ ഇമ്മാനുവേലിനെ പിടിച്ച് കെട്ടിയിട്ട് അവന്റെ മുമ്പിൽ ഉഴുത് വിതയ്ക്കാൻ എനിക്ക് ശക്തിയുണ്ടെങ്കിൽ കാര്യം നടക്കും. രഹസ്യമായിട്ട് വിതയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മനുഷ്യരുടെ ഹൃദയത്തെ പിടിച്ചിരിക്കുന്ന ശക്തികളുമായി മല്ലയുദ്ധം ചെയ്ത് അതിനെ ജയിച്ചിട്ട് വേണം മനുഷ്യരുടെ ഹൃദയത്തെ ഉഴുവാൻ. ബലവാനെ പിടിച്ച് മത്തായി സുവിശേഷം 12:29 വായിച്ചാൽ, മാത്യു 12:29, മത്തി 12:29. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ. അപ്പോൾ 1 യോഹന്നാൻ 5:19 വായിച്ചാൽ, 1 John chapter 5 verse 19. 1 യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കുന്നംകുളം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ കുന്നംകുളത്തെ ഭരിക്കുന്ന ശക്തിയുമായി യുദ്ധം ചെയ്തതിനെ പിടിച്ചു കെട്ടണം. 2 കൊരിന്തി 4:4 വായിച്ചാൽ, ദൂസര കൊരിന്തി 4:4.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. പ്രിയ ഹിന്ദു സഹോദരന്മാരെ, മർത്തോമാക്കാർ സഹോദരന്മാരെ, യാക്കോബൈറ്റ് സഹോദരന്മാരെയും കത്തോലിക്ക സഹോദരന്മാരെയും മുസ്ലിം സഹോദരന്മാരുടെയും അതുപോലെ ദൈവത്തെ അറിയാത്ത എല്ലാവരുടെയും മനസ്സിനെ ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഈ ലോക ദൈവത്തോട് മല്ലയുദ്ധം ചെയ്ത് പിടിച്ചവനെ പുറത്താക്കിയിട്ട് പാപത്തെ കുറിച്ച് പറഞ്ഞ് അവന്റെ ഹൃദയം ഉഴുതു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് ഒരാളുടെ ഉള്ളിൽ കൊണ്ടുവരും. അങ്ങനെ അല്ലാതെ ആർക്കും ദൈവഭവനത്തിൽ ജനിക്കുവാൻ കഴിയുകയില്ല. വചനമാകുന്ന വിത്ത് കൊണ്ടുവരേണ്ടത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. എനിക്ക് പ്രസംഗിക്കാനല്ലാതെ ഉഴാനല്ലാതെ കഴിയുകയില്ല. വിത്ത് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയില്ല. വിത്ത് കൊണ്ടുവരേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എപ്പോ വിത്ത് കൊണ്ടുവരും? ഹൃദയം ഉഴുതു കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാട്ട് ഇന്ന് നടക്കുന്ന സുവിശേഷ പ്രവർത്തനം ഇങ്ങനെയാണോ? അതുപോലെ പൗലോസ് പറയുന്നു, കാട്ടൊലിവായ നിങ്ങളെ വെട്ടി നല്ലൊലിവിനോട് ഒട്ടിച്ചിരിക്കുക. ഇന്ന് കാട്ടൊലിവിൽ കമ്പ് വെട്ടുന്ന പരിപാടിയല്ല. കാട്ടൊലിയിൽ നിൽക്കുന്നവരെ സ്നാനപ്പെടുത്തി, കാട്ടൊലിയിൽ നിൽക്കുന്നവരെ സൗഖ്യമാക്കി കാട്ടൊലിയിൽ തന്നെ നിന്നോ യേശുവിന്റെ കൊടി കെട്ടിവെക്കുകയാണ്. എന്നാൽ വാസ്തവമായ സുവിശേഷം എന്താണ്? കാട്ടൊലിവിന്റെ മരത്തിൽ കയറി വചനമാകുന്ന വാളുകൊണ്ട് അതിന്റെ കമ്പുകളെ വെട്ടി മുറിച്ചു കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി നല്ല ഒലിവിനോട് ഒട്ടിച്ചേർക്കണം. അതിന് കാട്ടൊലിവിൽ കയറുമ്പോൾ എണ്ണക്കുപ്പിയും സൗഖ്യവും അനുഗ്രഹവും കൊണ്ടാണെങ്കിൽ സാത്താൻ തന്നെ ഏണി വെച്ച് തരും, കയറിക്കോ. എന്നാൽ വചനമാകുന്ന വാളുകൊണ്ട് ഒരാൾ കയറാൻ ചെല്ലുമ്പോഴാണ് വഴക്കുണ്ടാവുന്നത്. ഇവനെ കയറ്റരുത്, ഇവനെ കയറ്റിയാൽ ഇവൻ ബ്രാഞ്ച് മുറിച്ചുകൊണ്ട് പോകും, കൊമ്പ് മുറിച്ചുകൊണ്ട് പോകും. നിങ്ങൾ തന്നെ പറയുവീൻ, ഇന്ന് കാണുന്ന ഭൂരിഭാഗവും കാട്ടൊലിവിൽ തന്നെ യേശുവിന്റെ നാമം കെട്ടിവെക്കുകയാണ്. കാട്ടൊലിയിൽ തന്നെ സ്നാനപ്പെടുത്തി വെച്ചിരിക്കുക. സ്നാനം എപ്പോഴാണ് കൊടുക്കുന്നത്? കാട്ടൊലിവിൽ നിന്ന് വചനമാകുന്ന വാൾ കൊണ്ട് വെട്ടി മുറിച്ചു കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി നല്ല ഒലിവിനോട് ഒട്ടിക്കണം. ചില കമ്പുകൾ ഒരു വെട്ടിന് മുറിയും, ചില കമ്പുകൾ ഒരു വർഷം മുഴുവനും വെട്ടിയാലേ മുറിയത്തുള്ളൂ. ചില കമ്പുകൾ ഒരു മാസം മുഴുവനും വെട്ടണം. പത്രോസ് പ്രസംഗിച്ച ഒറ്റ പ്രസംഗത്തിന് 3000 പേര്, 3000 കമ്പ് മുറിക്കപ്പെട്ടു. ഒരു ദിവസം എടുക്കുന്നോ, ഒരു മണിക്കൂർ എടുക്കുന്നോ, ഒരു മാസം എടുക്കുന്നോ എന്നല്ല, ആ കാട്ടൊലിവിൽ നിന്ന് കമ്പ് മുറിച്ചേ മാറ്റിയ ശേഷമേ സ്നാനം കൊടുക്കാവൂ. അല്ലെ ചിലര് കാട്ടൊലിവിയിൽ ഒന്ന് മുറിച്ചോണ്ട് അവന് ചെറിയൊന്ന് കരച്ചിൽ തുടങ്ങിയപ്പോഴത്തേക്ക് സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. വേറൊരു അഭിഷേക ശക്തി ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന അന്യായത്തിന്റെ ശക്തി 2 തെസ്സലോനി 2:7 മുതൽ 11 വരെ എന്ന് വായിച്ചാൽ, 2 തെസ്സലോനി 2:7 മുതൽ 11 വരെ. दूसरा തെസ്സലോനി दूसरा अध्याय 7 से 11 तक. दूसरा തെസ്സലോനി दूसरा अध्याय 7 से 11 तक. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നവർ ശ്രദ്ധിക്കണം. അധർമ്മത്തിന്റെ മർമ്മം പൗലോസ് പറയുന്നു ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇന്ന് ദൈവസഭകളിലും കൺവെൻഷനിലും അധർമ്മത്തിന്റെ മർമ്മം വളരെ ശക്തിയായി വന്നിരിക്കുകയാണ്. അഭിഷേകം നൽകി അത്ഭുതങ്ങൾ നടത്തുകയാണ്.
അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21 വായിച്ചാട്ടെ. 21 മുതൽ 21 വരെ വായിച്ചാട്ടെ. മത്തി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തു പറയും. അവര് പറയും, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത്, നിന്റെ നാമത്തിലാണ് അത്ഭുതം ചെയ്ത. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ സത്യം മനസ്സിലാണെങ്കിൽ 2 കൊരിന്ത്യർ 11-ന്റെ 3-4 വായിച്ചാണ്. 2 കൊരിന്ത്യർ 11-ന്റെ 2 മുതൽ 4 വരെ വായിച്ചാൽ. ദൂസര കൊരിന്ത്യർ 11:2-4 ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, മറ്റൊരു യേശു, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, വേറൊരു ആത്മാവ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ ആദിമകാലത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നു വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. അതേതാണ്? ഗലാത്യ ലേഖനം 1-6 മുതൽ വായിച്ചാൽ 6 മുതൽ 8 വരെ. ഗലേഷ്യൻസ് 1:6-8. ഗലാത്യ 1:6 तक. ഗലാത്യർ 1:6 മുതൽ 8 വരെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. കേരളത്തിലുള്ളവർ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, ഈ അധർമ്മത്തിന്റെ മർമ്മം 10 കൊമ്പും 7 തലയുള്ള മഹാമൃഗം, അതിനെ കുറിച്ചുകൂടെ ഒരു അല്പം നിങ്ങളെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വന്നാൽ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 1-2 വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 13-1-2. പ്രകാശിത വാക്യ തേരാക്ക ഏകൗർദോ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. 10 കൊമ്പും 7 തലയുമുള്ള ഒരു മഹാമൃഗം, അതാണ് അധർമ്മത്തിന്റെ മർമ്മം. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലൂടെ വന്നാൽ 17:1 മുതൽ 6 വരെ വായിച്ചാൽ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ച്, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും. മതി. പ്രിയമുള്ളവരെ, നിങ്ങൾ ആത്മാവിൽ ഇന്ന് സഭകളിൽ വ്യാപരിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി ഏതെന്ന് മനസ്സിലാക്കണം. 10 കൊമ്പും 7 തലയുമുള്ള മഹാമൃഗം, അതിന്റെ പുറത്ത് സർവമതം നടത്തുന്ന ആ മഹാവേശ്യ,
ആ സ്ത്രീയും അവളുടെ കയ്യിലുള്ള കഠോര, ഹിന്ദിയിൽ എന്താ പറയുന്നത്, പാനപാത്രം, അവളുടെ കയ്യിലൊരു പാനപാത്രവുമുണ്ട്. അനേക പെൺമക്കളും അവൾക്കുണ്ട്, വേശ്യാസ്ത്രീകളുണ്ട്. ഈ സ്പിരിറ്റ് ആദിമ സഭയിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാരതിനെ തിരിച്ചറിഞ്ഞു, വെട്ടിമുറിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് ദൈവസഭയെ രക്ഷിക്കാൻ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് വെളിപ്പെടാത്തത് കൊണ്ട് സംഘടനാ പണിയിൽ എല്ലാവരും ഏർപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ 10 കൊമ്പും 7 തലയുമുള്ള മഹാമൃഗവും ഈ വേശ്യാ സ്ത്രീയും സഭകളിൽ കയറി വലിയ ഉണർവ് നടത്തി അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആത്മപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇന്ന് കുറച്ച് വർഷങ്ങൾ മുൻപ് കോട്ടയത്ത് പള്ളത്ത് വലിയ യോഗം നടക്കുകയാണ്. 10,000-15,000 കൂടുതൽ ആളുണ്ട്. വലിയ യോഗമായിരുന്നു. 6-7 ദിവസത്തെ യോഗമായിരുന്നു. നേരത്തെ ക്രമീകരിച്ച യോഗമായിരുന്നു. ഞാനന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന വേറൊരാളാണ്, മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നത്. യോഗത്തിന് 3-ാം ദിവസം രാത്രി എല്ലാവരും പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ ഇരുന്നപ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാം, ഹാലലുയ കോറസ് പാടി ആരാധിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം വലിയ ആൾക്കൂട്ടമാണ് ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉയർന്ന സ്റ്റേജിന്റെ ഫ്രണ്ട് ലൈനിൽ തന്നെ ഒരു സഹോദരി വീൽ ചെയറിലിരിക്കുക. വീൽ ചെയറിലിരിക്കുന്ന സഹോദരി തല പോലും അനക്കാൻ വയ്യ, തല പോലും പുറയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സഹോദരിയെ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ ആ സഹോദരിയോട് മലയാളത്തിൽ ചോദിച്ചു, ഓടണോ? ഉടനെ സഹോദരി ഇങ്ങനെ തലയാണ്. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് ഓടാം. അപ്പോൾ ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും നിൽക്കുകയാണ്. ഇടയ്ക്ക് നല്ലൊരു വഴിയുണ്ട്, 2-3 അടി വീതിയിലുള്ള. അതിലെ കൂടെ സഹോദരി ഓടുകയും ചാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പിന്നെ അന്നേരമാണ് മനസ്സിലായ ആ സഹോദരി ഒരു പാസ്റ്ററുടെ ഭാര്യയായിരുന്നു. 18 വർഷമായി വീൽ ചെയറിൽ ഇരിക്കുകയാണ്, സംസാരിക്കാൻ പോലും കഴിയില്ല. ഈ അത്ഭുതം നടന്നപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഏതോ ഒരു വലിയ കാര്യം നടന്നു എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ദൈവം ഏതോ വലിയ കാര്യം ചെയ്തല്ലോ എന്നൊരു സന്തോഷവും. 1 മിനിറ്റിനകത്തൊരു വലിയ അഭിഷേകം എൻ്റെ മേലോട്ട് വന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത വലിയൊരു അഭിഷേകം, വലിയ ശക്തി. എൻ്റെ കൈകാലങ്ങ് വിറയ്ക്കുന്നു. അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യ. അതിലൂടെ കേൾക്കുകയാണ്, പ്രീച്ച് ദ കമ്പാഷൻ ഓഫ് ജീസസ്. യേശുവിൻ്റെ ദയയെക്കുറിച്ച്, മനസ്സലിവിനെ കുറിച്ച് പ്രസംഗിക്കുക. വലിയൊരു അഭിഷേകം എൻ്റെ മേൽ വന്നിരിക്കുന്നു. അതോടുകൂടെ ഞാൻ കേൾക്കുന്ന എന്താണ്? യേശുവിൻ്റെ ദയയും മനസ്സലിവിനെ കുറിച്ച് പ്രസംഗിക്കുക. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം, അത്ഭുതം നടത്തണോ ശിഷ്യരാക്കണോ? ഞാൻ പറഞ്ഞത് കേട്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്ന ചെറിയ ശബ്ദം, അത്ഭുതം നടത്തണോ ശിഷ്യരാക്കണോ? ഞാൻ അവിടെ നിന്നുകൊണ്ട് കാല് ശക്തിയായിട്ട് തറയിൽ വെച്ചിട്ട് ഞാൻ ശിഷ്യരാക്കുന്ന ശുശ്രൂഷയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. ആ അഭിഷേകം അങ്ങനെ അങ്ങ് പോയി. അന്ന് ഞാൻ ആ അഭിഷേകത്തിന് അടിമപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അത്ഭുതം പ്രസംഗിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ മേൽ ആ ശക്തി വന്നത്? എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും എൻ്റെ പുറമേയുള്ള മനുഷ്യനിൽ എന്നിലൊരു സന്തോഷം വന്നു. ഈ 18 വർഷമുള്ള സ്ത്രീ ഒന്ന് നടന്നപ്പോൾ, ഓടിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷം. ഇതിനു മുൻപ് എളിയവനായ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 5 സ്ഥലങ്ങളിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അന്നേരം ഒന്നും എനിക്ക് സന്തോഷം വന്നിട്ടില്ല. അന്നേരം കരച്ചിലെ വന്നു, ദൈവമേ നീ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ. എത്ര 100 കണക്കിന് കുരുടർ കണ്ടിട്ടുണ്ട്, ചികിടർ കേട്ടിട്ടുണ്ട്, മുടന്തർ ഓടിയിട്ടുണ്ട്, എത്ര. അന്നെല്ലാം എനിക്ക് ഈ സന്തോഷം വന്നിട്ടില്ല. എന്താ പറഞ്ഞത്? ദൈവമേ അയോഗ്യനായ എന്നെ കൂടെ നീ ഇത് ചെയ്തല്ലോ, നീ എത്ര വലിയവനെന്ന് കരച്ചിലും അനുതാപമേ വന്നിട്ടുള്ളൂ. എന്നാൽ ഇവിടെ നിന്ന് നടന്നപ്പോൾ എനിക്കൊരു സന്തോഷം. AM സാമുവേൽ ഏതോ വലിയ കാര്യം ചെയ്യുന്നവനാണ്, 10,000-15,000 ആളുമുണ്ട്. വന്നപ്പോൾ എന്നെ പരീക്ഷിക്കുവാനായി ദൈവം അങ്ങനെ ഒരാത്മാവിനെ അനുവദിച്ചു. ആരാ അനുവദിച്ചത്? ദൈവം. ദൈവം ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ എങ്ങനെയാണ് അറിയുന്നത്? 2 തെസ്സലോനി അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിച്ചാൽ
2 തെസ്സലോനിക്കർ 2:7 മുതൽ വായിച്ചാൽ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മ നിവൃത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാത്തക്കോണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അനുവദിക്കുകയാണ്. കേരളത്തിൽ സത്യസുവിശേഷം കേട്ടിട്ട് വേർപെട്ട് വരുവാൻ ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ അനേകർക്ക് വേർപെടാൻ മനസ്സില്ല. ഇതും വേണം അതും വേണം. അപ്പൊ അവരെ നടത്താൻ വേറൊരു ആത്മാവിനെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ ദൈവമക്കളെ ആകാണോന്ന് ആഗ്രഹിക്കുന്നവർ പതറിപ്പോകരുതേ, വചനത്തിൽ ഉറച്ചു നിൽക്കണമേ എന്ന് ഞാൻ കുന്നംകുളത്തുള്ള ദൈവമക്കളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും, വലിയ നഷ്ടമുണ്ടാകും. ഇതുകൂടാതെ ഞാൻ ഇതിന്റെ കൂടെ ഒരു സംഭവം കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. ഇരവിപേരൂരിൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാത്രിയിൽ യോഗം കഴിഞ്ഞ് വിശ്രമിക്കാനായി രാത്രി 11 മണിക്ക് അവിടെ മുറിയിൽ ചെന്നപ്പോൾ മാവേലിക്കരയുള്ള ഒരു കർത്താവിന്റെ ദാസൻ 42 വർഷം കർത്താവിന്റെ വേല ചെയ്ത എന്നേക്കാൾ സീനിയർ ഒരു പാസ്റ്ററാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം വന്ന് എന്നോട് പറയാ, ശ്യാമലുകുട്ടി, എന്നെ ശ്യാമലുകുട്ടി എന്നാണ് വിളിക്കുന്നത്, എന്റെ ആത്മാവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കും. ഞാൻ പറഞ്ഞു, അച്ചായൻ എന്തോ ഈ പറയുന്നത്? എന്നേക്കാൾ പ്രായമുണ്ട്, 42 വർഷം അന്ന് കർത്താവിന്റെ വേലയിലായിരിക്കാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മറ്റു വേലക്കാരുമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അച്ചായ? പറഞ്ഞു, ഞാൻ 40 ദിവസം ഉപവാസം വരുന്നു. ഉപവാസത്തിന് ശേഷം എനിക്ക് വലിയൊരു അഭിഷേകം കിട്ടി. അഭിഷേകം കൊണ്ട് എത്ര രോഗികൾ ഞാൻ തൊടുന്നവരെല്ലാം സൗഖ്യമാകുന്നുണ്ട്. ആരെങ്കിലും വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുമ്പോൾ രോഗം എന്താണെന്ന് അവരും സൗഖ്യമാകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോകണം, വിസയുടെ കാര്യം ഞാൻ പറയുന്ന പോലെ നടക്കുന്നുണ്ട്. ഒരുപാട് പേരെൻ്റെ വീട്ടിൽ കൂടി വരുന്നു, 100 കണക്കിന് ആളുകൾ വീട്ടിൽ കൂടി വരുന്നുണ്ട്. ഈ മാസം തന്നെ ഞാൻ 1,32,000 രൂപ ബാങ്കിൽ ഇട്ടെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അതെങ്ങനെയാ? ആളുകൾ 10,000 ഒക്കെ കെട്ടുകണക്കിനാണ് കൊണ്ടിടുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ അതുകൊണ്ട് എന്താ കുഴപ്പമില്ലല്ലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു ചിന്ത, ഇവരെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്, ഇവരെല്ലാം സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നു. എന്നും ആളുകൾ എൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ അന്നേരം ആരോ എന്നോട് സംസാരിക്കുമ്പോൾ ക്യാപ്റ്റൻ ശ്യാമലിൻ്റെ അടുക്കൽ പോയി നിന്റെ ആത്മാവിനെ ഒന്ന് പരീക്ഷിക്കും. അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപവാസം ഇരുന്നപ്പോൾ ഏതെങ്കിലും തെറ്റുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്ന് താഴെയോട്ടിരിക്കുക. താഴെ ഞാൻ തലയിൽ കൈവച്ചപ്പോൾ അങ്ങ് ഞെട്ടി. അപ്പോഴെനിക്ക് മനസ്സിലായി ആത്മാവ് ശരിയല്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ചായ വല്ല ഈ ഉപവാസം ഇരിക്കും വല്ല തെറ്റ് ചെയ്തോ ചോദിച്ചു. പറഞ്ഞു, എനിക്ക് ഒരു ഓർമ്മയുണ്ട്. ഞാൻ 33ാമത്തെ ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ 2 കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ചോദിച്ചു, നീ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ? ഞാൻ പറഞ്ഞു, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുമായിരുന്നു. 37ാമത്തെ ദിവസം 2 കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ചോദിച്ചു, നീ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ? അവരോട് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ, എന്നാൽ ഞാൻ ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം വൈകിട്ട് കുടിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ കാര്യം ഏറ്റുപറയാൻ ഒരുക്കമാണ്, മൈക്ക് വെച്ച് ഞാൻ ഏറ്റുപറയാൻ ഒരുക്കമാണെന്ന്. ഒടുവിൽ ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് സീനിയർ കർത്താവിൻ്റെ ദാസനം, എന്നെക്കാട്ടി പ്രായമുണ്ട്, ഇപ്പോഴാണ് എൻ്റെ തലയിൽ നിൽക്കുന്നത്. അന്ന് ഇത് 10-12 വർഷത്തിന് മുമ്പിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു, അച്ഛാ പോയി വിശ്രമിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ രാത്രി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഇവനൊന്ന് ഷൈനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതിനാ ഉപവാസം വരുന്നത്. അപ്പോൾ ഷൈനാകാൻ, ഒന്ന് തിളങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ തിളക്കാൻ കഴിയുള്ളവൻ തിളക്കിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വെളുപ്പിന് 4 മണിക്ക് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു, വിളിച്ചു. അച്ചായ, വാസ്തവമായ അച്ചായൻ എന്തിനാ ഉപവാസം ഇരുന്നതിൻ്റെ ഉദ്ദേശം എന്നാ? എൻ്റെ ഇറത്തിൽ ഒന്ന് തിളങ്ങണം, ഒന്ന് ഷൈനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷയൊന്നും വെളിപ്പെടണം, എല്ലാവരും ഒന്ന് മാനിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു,
അങ്ങനെ തിളങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിളക്കാൻ കഴിവുള്ളവൻ കയറി തിളക്കിയതാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ശക്തി വെളിപ്പെടാൻ വെളിപ്പെട്ടു. ഘോര മല്ലയുദ്ധം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നു. 3/4 മണിക്കൂർ. ആ ശക്തി പറയുന്ന കേരളത്തിൽ എൻ്റെ അഭിഷേകത്താൽ എത്ര ദാസന്മാര് അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സഭകളെ ഭരിക്കുന്നത് ഞാനാണ്. ഏകദേശം 3/4 മണിക്കൂർ മല്ലയുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ശക്തി കീഴ്പ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനിടയായത്. അത് കഴിഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. എനിക്ക് ആ യഥാർത്ഥ ആത്മാവിടും, കർത്താവ് എനിക്ക് തിളങ്ങണ്ട, നീ എന്തെങ്കിലും വേല ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ വീണ്ടും ഒരു 3/4 മണിക്കൂർ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നെ തൻ്റെ ആത്മാവിനാൽ നിറച്ചു. താൻ എഴുന്നേറ്റ് നെഞ്ചത്തിങ്ങനെ കൈവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ എനിക്കൊന്നും തിളങ്ങണ്ട, ഒരു രോഗി പോലും സൗഖ്യമായില്ലെങ്കിലും തരക്കിടില്ല, ഈ ആത്മാവിനെ എന്നിൽ നിന്ന് ഞാൻ ശ്വാസം പോകുന്നവരെ മാറ്റരുതേ എന്ന് പറയുവാനിടയായി. ഇതെൻ്റെ നേരിട്ട അനുഭവമാണ്. എൻ്റെ മേൽ വന്ന അഭിഷേകം ഞാൻ പറഞ്ഞു. അതുപോലെ ഈ കർത്താവിൻ്റെ ദാസന്റെ മേൽ. അതിന് പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ച വേല ഓരോരുത്തരെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ മക്കളായി ജനിക്കുവാൻ അവരുടെ ഹൃദയം ഉഴുത്, ആഗ്രഹങ്ങളും മറ്റുള്ളതും നിറഞ്ഞ ഹൃദയങ്ങളെ ഉഴുതിട്ട് അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വിത്ത് കൊണ്ടുവരുവാൻ അവരുടെ ഹൃദയത്തെ ഒരുക്കണം. അതിന് മല്ലയുദ്ധം ചെയ്തേ ഒക്കുള്ളൂ. ഞങ്ങൾ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അവിടേക്ക് പോയി യുദ്ധം ചെയ്യാൻ പോയി. കാരണം എന്താ? നേരത്തെ ചിന്തിച്ചിരുന്നല്ല. ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുക ശക്തിയോടും വെളിയിലും. അപ്പോൾ ചലഞ്ച് ചെയ്യുകയാണ്, പറയുകയാണ്, ഇവരെ ഇവിടെ മീറ്റിംഗ് നടത്തിക്കരുത്, ഇവരെ മീറ്റിംഗ്. കാരണം ഇവിടുത്തെ സഭകളിലെല്ലാം നമ്മുടെ പ്രഭാവമുണ്ട്, ഇവിടുത്തെ സഭകളെ. അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് ഓടിക്കണം, ഇവരിവിടെ. അപ്പം അതിൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ്റെ കൂടെ കാളിയുടെ ശക്തിയുമുണ്ട്, മറിയവുമുണ്ട്, ഫാത്തിമായുമുണ്ട്. എല്ലാവരും കൂടെ ഭയങ്കര. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ക്ലാസ് തുടങ്ങി, ക്ലാസ് നിർത്തിവെച്ച ആത്മാവിൽ യുദ്ധമായിരുന്നു. ഇന്ന് ഞങ്ങൾ അവിടെ പോയി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി അവനെ വെല്ലുവിളിച്ചിട്ട്, അവൻ്റെ ആനക്കൂട്ടത്തിലെല്ലാം പോയി വെല്ലുവിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാ പോയത്? ഈ കുന്നംകുളത്തെ ഈ തൃശ്ശൂർ ഏരിയയെ ഭരിക്കുന്ന ശക്തിയെ കാൽ കീഴാക്കിയെങ്കിൽ മാത്രമേ സഭകൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സഭകളെ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഓരോരുത്തർ അവരുടെ കാര്യം തമ്മിൽ സ്നേഹം വരാതെ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് വലിയ കാര്യം നടന്നില്ലെങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ കിടക്കുന്ന ഞാൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്യുവാൻ എനിക്ക് ദൈവത്തിന് പ്രേരണയുണ്ടായെങ്കിൽ ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് എത്രമാത്രം പ്രേരണയുണ്ടാകണം. ഇതാരെയും കാണിക്കാൻ ചെയ്തതല്ല, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചെയ്തതല്ല. കാരണം ഇവിടെ ഭരിക്കുന്നതായ അന്ധകാര ശക്തികൾ ദൈവസഭയിൽ ആത്മാവിന്റെ രൂപത്തിൽ കയറി ജനങ്ങളെ വഞ്ചിച്ച് പൗതികത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നത് നോക്കിയാൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ദൈവജനത്തിന്റെ മേൽ വരുന്ന വഞ്ചന, കുന്നംകുളത്തിന്മേൽ പാർക്കുന്ന ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കപ്പെടുന്നു, ഭൗതിക ആവശ്യങ്ങൾ പറഞ്ഞ് അവരെ നശിപ്പിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ? അല്പനേരം കർത്താവിനെ ആരാധിപ്പിക്കും. അന്ധകാരത്തിന്റെ ശക്തികൾ പേടിച്ചോടട്ടെ. സത്യസുവിശേഷം വെളിപ്പെടട്ടെ.
പ്രിയമുള്ളവരെ, നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കർത്താവായ യേശുക്രിസ്തു വന്നത് ക്രിസ്തീയ മതം തരുവാനല്ല, നമ്മെ അവന്റെ മക്കളാക്കി തീർക്കുവാനാണ്. ഭൗതിക കാര്യങ്ങൾ നൽകുവാനല്ല കർത്താവ് വന്നത്. നമ്മൾക്ക് ആവശ്യമുള്ളത് കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് അന്നന്ന് വേണ്ടതെല്ലാം നമ്മൾക്ക് നൽകും. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അവന്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് അവനെ പോലെ ആയിത്തീരണം. മക്കൾ, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 വായിച്ചാൽ, യോഹന്നാൻ 1:12, യൂഹന്ന 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളണം. അവനിൽ വിശ്വസിക്കുന്നവർ നല്ല എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചാട്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുന്നുണ്ട്, യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും, യേശുവിന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ യേശുവിനെ കൈക്കൊള്ളാൻ എത്ര പേരുണ്ട്? ശ്രദ്ധിച്ചോ നിങ്ങൾ? വിശ്വസിക്കാൻ കോടിക്കണക്കിന് ആളുകളുണ്ട്. യേശുവിനെ കൈക്കൊള്ളാൻ ആഗ്രഹമുള്ളവര് മത്തായി സുവിശേഷം 7:13-14 വായിച്ചാൽ, മാത്യു 7:13-14, മത്തി 7:13-14. യേശുവിനെ കൈക്കൊള്ളവർ എങ്ങനെ എന്ത് ചെയ്യും? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും. അതിന്റെ അർത്ഥം പട്ടിണിപ്പാവങ്ങളായി പോകണമെന്നല്ല. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മോഹങ്ങളെ ഇടുക്കുവാതിലിൽ കൂടെ വിടണം. നമ്മുടെ വഴി ഞെരുക്കമുള്ളതാ. എന്തിനാ ഞെരുക്കുന്നത്? ആഗ്രഹങ്ങളെ ഇഷ്ടം പോലെ വിടാതെ. അതിനാണ് ഇടുക്കവും ഞെരുക്കമുള്ള. റോമാലേഖനം 8:13 വായിച്ചാൽ, റോമാലേഖനം 8:13, റോമൻസ് 8:13, റോമി 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ശരീരത്തെ പറഞ്ഞാൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ. ഗലാത്യർ 5:24 വായിച്ചാൽ, ഗലാത്യർ 5:24, ഗലേഷ്യൻസ് 5:24, ഗലാത്യ 5:24. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ ആയി. അല്ലവേ അല്ല. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പശുത്താത്മ നിറവും പ്രാപിച്ച് നിങ്ങളുടെ ജഡത്തെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടെ വിടാനാണ്. ആ ഇടുക്കവും ഞെരുക്കവും കൂടെ പോകുമ്പോഴാണ് ക്രൂശിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, കോടിക്കണക്കിന് രൂപ ബാങ്കിലുള്ള ഒരു വിശ്വാസി, എയർ കണ്ടീഷൻ കാറുണ്ട്, എല്ലാമുണ്ട്, എങ്കിലും ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടെ പോകാം. എങ്ങനെയാണ്? അവന്റെ ഉള്ളിൽ വരുന്ന ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനാൽ നടത്തപ്പെടുക. അതുപോലെ തന്നെ ഒരു ചെറ്റപ്പുരയിൽ കിടക്കുന്ന ഒരാൾ, നിങ്ങൾ വിചാരിക്കും അവൻ ഇടുക്കവും ഞെരുക്കവും അല്ല. ചെറ്റപ്പുരയിൽ കിടക്കുന്ന ഒരു വഴിപ്പറമ്പിൽ കിടക്കുകയാണ്, പുറമ്പോക്കിൽ കിടക്കുകയാണ്, ചെറ്റപ്പുരയാണ്, കക്കൂസിലെ ബാത്റൂമിൽ. അദ്ദേഹത്തിന്റെ ഒരു 20 ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ അദ്ദേഹത്തിന്, പാവപ്പെട്ട സഹോദര, നീ ഈ ചെറ്റപ്പുരയിൽ കിടക്കും, ഞങ്ങൾ 20 ലക്ഷം രൂപ തരുന്നു. 20 ലക്ഷം രൂപ തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ വന്നു എന്നുള്ളത്. അപ്പൊ അതുവരെ വാങ്ങിക്കാതിരുന്ന എന്തുകൊണ്ടാണ്? പണമില്ലായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവരായാലും സാധാരണക്കാരായാലും ധനമുള്ളവരായാലും ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിൽ കൂടെ പോകാൻ ഒരുക്കമുണ്ടാകണം. അപ്പോൾ മാത്രമേ വചനമാകുന്ന വിത്ത് അകത്ത് ഫലിക്കുകയുള്ളൂ. പണം നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ സൂക്ഷിപ്പുകാരായി വെച്ചിരിക്കുകയാണ്. കർത്താവിന് ധനികരായ വിശ്വാസികളെ വേണം, സാധാരണക്കാരായ വിശ്വാസികളെ വേണം, പാവപ്പെട്ടവരെ വേണം. ധനികരായ വിശ്വാസികളെ എന്തിനു വേണം?
ധനിയനായ വലിയൊരു നല്ല കാറും വലിയ ബംഗ്ലാവ് താമസിക്കുന്ന അടുക്കൽ ഒരു പാവപ്പെട്ട ഉപദേശി കീറിയ ബാഗും കൂടെ പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് യേശുവിനെ കുറിച്ച് പറയാനാ വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം 50 രൂപ എടുത്ത് തന്നിട്ട് പൊയ്ക്കോളാൻ പറയും, അല്ലെ 100 രൂപ എടുത്ത് തന്നിട്ട് പൊയ്ക്കോളാൻ പറയും. എന്നാൽ ആ വീട്ടിൽ നല്ല എയർ കണ്ടീഷൻ കാറിൽ നല്ലൊരാൾ ചെന്നു കാര്യങ്ങൾ സാധനം പറയാൻ തുടങ്ങി. ഇവൻ ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടല്ലോ, ഇവൻ എന്തുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയുന്നു? അപ്പോൾ ധനമുള്ളവരോട് സാക്ഷിക്കായി ധനമുള്ള വിശ്വാസികളെ ദൈവമാക്കി വയ്ക്കും. സാധാരണക്കാർ, അതുപോലെ പാവപ്പെട്ടവർ, ചെറ്റപ്പുരയിൽ കിടക്കുന്നവർ. അപ്പൊ അവരെ കാണുമ്പോൾ എങ്ങനെയാ മറ്റുള്ളവർ ചുറ്റുപാടുള്ളവർ നോക്കി, നമ്മൾ ചെറ്റപ്പുരയിൽ കിടക്കാൻ ഇവരുടെ വീട്ടിലെന്നും പാട്ടും ആനന്ദവും സ്തോത്രവും നടക്കുന്നല്ലോ, അപ്പോൾ ഇവർക്ക് ഏതോ സന്തോഷം കൂടുതലായിട്ടുണ്ട്. നമ്മൾ നിരാശപ്പെട്ട് കിടക്കുന്നല്ലോ, ഇവരുടെ ദൈവത്തെ നമുക്ക് വേണം. പ്രിയമുള്ളവരെ, കർത്താവിനെ പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഇവിടുത്തെ ചപ്പും ചവറും ഗാർബേജും അല്ല. ഇവിടുള്ള വീടും പൊന്നും എല്ലാം വെറും വിശുദ്ധന്റെ മുൻപിൽ ചപ്പും ചവറുമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നിത്യമായ അനുഗ്രഹമാണ്, അതെന്നേക്കുമുള്ള അനുഗ്രഹമാണ്. അതാണ്. അല്ലാതെ നിങ്ങളുടെ കടത്തിന്റെ ഭാരം മാറ്റാനല്ല കർത്താവ് വന്നത്, രോഗം സൗഖ്യപ്പെടുത്താനല്ല കർത്താവ് വന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇരിക്കാൻ കസേര കിട്ടി. നിങ്ങൾ കസേരയിൽ ഇരിക്കാനാണോ ഇവിടെ വന്നത്? നിങ്ങളുടെ വീട്ടിൽ നല്ല സോഫ സെറ്റ് നല്ലതെല്ലാം ഉണ്ട്. വചനം കേൾക്കാൻ വന്നു, ഇരിക്കാൻ ഒരു കസേര കിട്ടി. അതുപോലെ യേശുവിന് പിന്നാലെ ഇറങ്ങിയപ്പോൾ രോഗവും സൗഖ്യമാകുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇവിടെ കസേരയിൽ ഇരിക്കാനാ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ എത്ര പോഷണമെന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ? എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് പറഞ്ഞാൽ? നിങ്ങൾ കസേരയിൽ ഇരിക്കാനാണ് ഇവിടെ വന്നെങ്കിൽ നിങ്ങളെ കുറിച്ച് എന്ത് പറയണം? പോഷൻ എന്നല്ല. അതുപോലെ രോഗസൗഖ്യം പ്രാപിക്കാനായി യേശുവിന്റെ പിന്നാലെ പോകുന്ന നീ എത്ര മഹാപോഷൻ. ഇന്നത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതും ഈ പോഷത്വരം പറഞ്ഞാണ്. സത്യവചനം പറയാതെ യേശുക്രിസ്തു വന്ന രോഗസൗഖ്യം കൊടുക്കാനല്ല, നിങ്ങളുടെ ആത്മാവിൽ കൂടെ നിങ്ങൾക്കൊരു പുതുജനനം കൊടുക്കാനാണ്, മക്കളെ ജനിപ്പിക്കാനാണ് യേശു വന്നത്. യേശു അതുകൊണ്ടാണ് സകല ലോകത്തിന്റെ പാപം ചുമന്നത്. എങ്ങനെയെങ്കിലും സ്വർഗീയ കുടുംബത്തിൽ കുറച്ച് മക്കൾ ജനിക്കണം. കർത്താവ് എന്നെ നിങ്ങളെ വേല ഏൽപ്പിച്ചത് രോഗശാന്തി നടത്താനല്ല, മക്കളെ ജനിപ്പിക്കാനാണ്. ഓരോരുടെ മനുഷ്യരുടെ ഹൃദയത്തിലെ ആ പാപവും ആഗ്രഹങ്ങളാകുന്ന വേരുകളെ ഉഴുതു മാറ്റി മനുഷ്യരിൽ വചനമാകുന്ന വിത്ത് വിതച്ച് അവർ ജീവനുള്ളവരായി തീരണം. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളണം. വിശ്വസിച്ചാ പോരാ. വിശ്വസിക്കുന്നവർ യാക്കോബിന്റെ ലേഖനം 2:19 വായിച്ചാൽ, യാക്കോബിന്റെ ലേഖനം 2:19. ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുക്കളും വിറയ്ക്കുകയും. വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമത് പോകേണ്ട പിശാചുക്കളാണ്. കാരണം വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. വിശ്വമാണ്. യശയ്യാ 55:1-2 വായിച്ചേ. യശയ്യാ നബी की किताब 55 का 1 2 55 ഐസിയ 55:1-2. हाँ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും. ഇവിടെ പണം കൊണ്ടുവരണ്ട എന്നുള്ളൊരു ശബ്ദം എഴുതിയിരിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന രക്ഷ എന്നുള്ളത് വളരെ ഫ്രീ ആണെന്നാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വാങ്ങണം. ഒന്നുകൂടെ വായിച്ചാൽ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. വന്ന് എടുത്തോണ്ട് പോകാനല്ല പറഞ്ഞിരിക്കുന്നത്. വാങ്ങണമെങ്കിൽ വല്ലതും കൊടുക്കണ്ടായോ? പറഞ്ഞാട്ടെ. വാങ്ങണമെങ്കിൽ കൊടുക്കണ്ടായോ? എന്നാൽ ദ്രവ്യം കൊടുത്താൽ കിട്ടത്തില്ല. ദ്രവ്യം കൊടുത്താൽ അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും വന്നാട്ട്.
മത്തായി സുവിശേഷം 13-ാം അധ്യായം, മത്തി 13 അധ്യായം അതിന്റെ 44 വായിച്ചാട്ട്. സ്വർഗരാജ്യം വയലിൽ 44, മത്തി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. തനിക്കുള്ളത് വിറ്റിട്ട് എന്ത് ചെയ്തു? ആ വയൽ വാങ്ങി. സ്വർഗരാജ്യം അപ്പോഴെന്ത് ചെയ്യണം? ഇവനെ പറഞ്ഞിരിക്കുക എന്താണ്? വാങ്ങണം. ഫ്രീ ആയിട്ടല്ല, ഇനി എടുത്തോണ്ട് പോകുന്നതല്ല, വിശ്വസിച്ചാ പോരാ, വില കൊടുക്കണം. അതിന്റെ 46-47 വായിച്ചാട്ട്. 45-46 വായിച്ചാട്ട്. പിന്നെ ഈ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. എല്ലാരും വിചാരിക്കുന്ന സ്വർഗരാജ്യം ഫ്രീ. വാ, വിശ്വസിച്ചാൽ മതിയല്ലോ. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ എന്റെ ഉള്ളിൽ വാ, തീർന്നു കാര്യം, ഞാൻ സ്വർഗത്തിൽ പോകും. പ്രിയമുള്ളവരെ, കളിപ്പീരാണ്. നടക്കയില്ലേ. ഇത് മഹാകളിപ്പീരാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16 മുതൽ വായിച്ച, 16 മുതൽ 22 വരെ വായിച്ചാൽ. മത്തായി 16 का, मत्ती 16 का, मत्ती 19 का 16 से 22 तक. 19 का 16 से 22 तक. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ഇവിടെ ഒരാൾ വന്ന്, കർത്താവേ, എനിക്ക് നിത്യജീവൻ വേണം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇന്നെ ചെയ്യാം. പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലേ ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് വീതിക്കാനല്ല പറഞ്ഞത്. വീതിച്ചായിരുന്നെങ്കിൽ ഏതെങ്കിലും ഇവൻ ഈ മുൻപോട്ട് പോകുമ്പോൾ പ്രയാസം വരുമ്പോൾ ചെന്ന് അവനോട് തിരിച്ചെടുക്കാമായിരുന്നു. കർത്താവ് പറഞ്ഞു, അങ്ങ് വിൽക്കും മുഴുവനും. വിറ്റിച്ചിട്ട് എന്ത് ചെയ്യണം? വീതിച്ചു. പിന്നെ കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാണ്, അവന്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താൽ നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാരാകാൻ കഴിയും? ലൂക്കോസ് 9:23 വായിച്ചാട്ട്. ലൂക്ക 9:23. എന്ത് കൊടുത്താൽ നിത്യജീവൻ വാങ്ങാൻ ഒക്കും? ലൂക്ക 9:23. ലൂക്കോസ് 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വയ ആഗ്രഹങ്ങളെ വിൽക്കാമെങ്കിൽ നിത്യജീവൻ കിട്ടും. എന്നാൽ ഇന്നത്തെ പ്രസംഗം എങ്ങനെയാണ്? ആഗ്രഹിച്ചോ, എത്ര വേണേലും മുട്ടിക്കോ, മുട്ടിയാൽ തുറക്കപ്പെടും. എത്ര വെത്താലും മുട്ടിയാൽ മതി, തുറക്കപ്പെടും. ചോദിപ്പീൻ, നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ അറിയിച്ച് നിനക്ക് കിട്ടും. ഇവിടുന്ന് മുറിവാക്യങ്ങൾ എടുത്ത് ആ വാക്യത്തിന്റെ ആഴം പോലും അറിയുന്നില്ല. വെച്ച് കഴിയുമ്പോൾ മുട്ടുവീൻ തുറക്കപ്പെടുന്നിടത്ത് അത് മുകളിൽ നിന്ന് താഴോട്ട് വായിച്ചാൽ മനസ്സിലാകും, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുട്ടാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിക്കാൻ പറഞ്ഞു. ഒന്നിനാലും ഭാരപ്പെടരുത്. വായിച്ചാട്ട് ഫിലിപ്പിയ ലേഖനം 4:9 വായിച്ചാട്ട്. വാക്യം തന്നെ എടുത്താൽ മനസ്സിലാകുമല്ലോ. ഫിലിപ്പി 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയൻസ് 4:6, 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധന്റെ ആവശ്യം എന്താണ്? കൊലോസ്യർ 3:1-2.
കൊലോസിയർ 3:1-2. കൊലോസി 3:1-2. കൊലോസിക്ക് പത്രി 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നമ്മുടെ ആവശ്യം ഏതാണ് പറഞ്ഞാട്ടെ? ദൈവം കൂടെ പറഞ്ഞത് ക്ലാസ് ആണ്. എന്താണ്? ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. കീഴ്പോട്ട് വായിച്ചാൽ ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അതേ പൗലോസാണ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവ് പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. 1 പത്രോസ് 5:7 വായിച്ചാട്ട്. പല പത്രോസ് 5:7. 1 പത്രോസ് 5:7. പല പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, നമ്മൾക്കൊരു പിതാവുണ്ട്. ഞാൻ ഈ മകളെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു. അവിടെ ഉണ്ട്. അവൾക്ക് അപ്പനില്ലായിരുന്നില്ല. ഇന്ന് ചിരട്ടയെ പിടിച്ചോണ്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. എല്ലാവരോടും ചോദിച്ചു, എനിക്ക് 1 പൈസ തരണേ, 2 പൈസ തരണേ. അവൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? അവൾക്കൊരപ്പനുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് ഇരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിന്റെയും എന്റെയും ആവശ്യം അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതാണ് ഒരു ദൈവഭക്തന്റെ ആവശ്യം. അല്ല ഭൗതിക കാര്യങ്ങളല്ല. ഈ പ്രാസംഗികർ നിങ്ങളെ ചതിക്കുകയാണ്. ഇവർ ഭയങ്കര കൊട്ടാലക്കാരാണ്. ദൈവജനത്തെ മുഴുവനും മുടിച്ച് തങ്ങളെ തന്നെ പോറ്റുന്നവർ. അവരുടെ മേൽ വരുന്ന ശിക്ഷ അതികഠിനമായിരിക്കും. ഇപ്പോഴല്ല, ദൈവം അനുവദിച്ചിരിക്കും. അവരെ ചെയ്തോ. എന്തിനാ? ഇതിലെത്ര വിശുദ്ധന്മാരെന്ന് ആഗ്രഹിക്കാനാ ദൈവം. അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ച സത്യവചനവും പറഞ്ഞത്. അവിടെ ഈ കള്ളന്മാർ പ്രസംഗിച്ച് എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവചനം ഒന്ന് പറഞ്ഞൊരു ആവശ്യമുള്ളവർ തേടി വരും. സത്യമെന്ന് ആഗ്രഹമുള്ളവർ തേടി വരും. ഇതാണ് സത്യം. കാരണം പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. വചനം കേൾക്കുമ്പോൾ മനസ്സിലാകും, ആത്മാവിൽ മനസ്സിലാകും, ഇതാണ് ശരിയായ വചനം, മറ്റേത് ശരിയായ വചനമല്ല. അതുകൊണ്ട് ദൈവം അരിപ്പ പോലെ വെച്ചിരിക്കുകയാണ് ഈ പ്രാസംഗികന്മാരെ. ഇതിൻ്റെ ഇടയ്ക്ക് സ്വർഗീയമായത് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? വരട്ടെ. സ്വർഗീയമായത് ആഗ്രഹിക്കുന്നവർ വരട്ടെ. അതിന് ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ചെറിയ മുറിയിൽ വലിയ പബ്ലിസിറ്റി ഒന്നും കൂടാതെ സാധാരണ രീതി. മറ്റേതിന് വലിയ പബ്ലിസിറ്റി വരുന്നുണ്ട്, എല്ലാം പോയിക്കോട്ടെ. എന്നാൽ ഇവിടെ ആത്മാവിനാൽ, ഞാൻ എഴുതിയപ്പോഴും പറഞ്ഞു, ഇവിടെ സാധാരണ ചെറിയ രീതിയിൽ മതി. എല്ലാവരും ആവശ്യമുള്ള അറിഞ്ഞാൽ മതി. അറിയും ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നു. ആത്മാവ് കൊണ്ടുവരുന്നവർ വരട്ടെ. കാരണം ഇവിടെ എന്തുവാ ഒരുക്കുന്നത്? യേശുവിനോടുകൂടെ സിംഹാസനത്തിലിരുന്ന്, പിതാവിനോടുകൂടെ സിംഹാസനത്തിലിരുന്ന് നിത്യമായി വാഴേണ്ട രാജാക്കന്മാരെ ഒരുക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭൂമിയിലേക്കുള്ള കാര്യമല്ല. ഈ ദൈവത്തിന്റെ സകല നിറവിനോളം നിറഞ്ഞവരായി, ഈ ദൈവത്തോടെ തുല്യമായി സിംഹാസനത്തിലിരുന്ന് ദൈവത്തെ പോലെയായി തീർന്നവരായി നിത്യം രാജ്യം ഭരിക്കുവാൻ, യുഗാനുയുഗമായി ദൈവത്തോടുകൂടെ രാജ്യം ഭരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണിത്. അത് രാജാക്കന്മാരായി തീരണമെങ്കിൽ അത് സാധാരണ ആഗ്രഹം കൊണ്ട് സാധിക്കുകയല്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഛേദമെന്നെണ്ണി. ആ വാക്കിയോട് വായിച്ച് നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം വായിച്ചിട്ട്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിച്ചാൽ. ഫിലിപ്പിയൻസ് 3:7-11. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ തേടിപ്പോയെന്നല്ല,
ലാഭമായിരിക്കുന്നൊക്കെയും ഞാൻ ഛേദമെന്നുണ്ടെന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴുമെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഇപ്പോഴുമെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ കൂട്ടായ്മ, അതിന്റെ കർത്താവിന്റെ ഓരോ താമസമെങ്കിൽ നാളെ മക്കളെങ്കിലും അവകാശികളാകുന്നത് എങ്ങനെ? ഇന്ന് മക്കളെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദമെന്നു. എൻ്റെ കൂടെ ഇപ്പോൾ വടക്കേണ്ടിയിൽ നിന്ന് വന്ന പ്രവി എന്ന് പറഞ്ഞൊരു കർത്താവിന്റെ ദാസൻ, ഹിന്ദു ഉയർന്ന കുടുംബത്തിൽ വന്നതാ. യേശുവിന്റെ പിന്നാലെ തിരിച്ചുകൊണ്ട് എത്തെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. അതിൽ വന്നിട്ട് എത്ര പേര് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ശ്രീനഗറിൽ മുസ്ലിങ്ങളിൽ നിന്ന് വന്ന സഹോദരന്മാർ, ഗുലാം റസൂൽ എന്ന് പറയുന്ന സഹോദരൻ, പുള്ളിക്കാരൻ വന്നിട്ട് ഇപ്പോൾ 6-7 മാസമേ ആയുള്ളൂ. ഞങ്ങളിവിടെ കേരളത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ പാലായിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഫോണിൽ കൂടെ പറഞ്ഞു, അവർ വീട്ടിൽ ഭാര്യയും ഭർത്താവും അവരെല്ലാം കൂടെ 3 മക്കളും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീനഗറിൽ അവരുടെ അപ്പനും അമ്മയും സഹോദരന്മാരെല്ലാം വന്നു വീടിൻ്റെ കതകും ജനലും എല്ലാം തല്ലിപ്പൊളിച്ചു, ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റ് എല്ലാം നശിപ്പിച്ചു. എന്നെ അറിയിച്ചപ്പോൾ ഞാൻ കുറച്ച് പണം ഗുരുദാസ്പൂരിൽ നിന്ന് ഇവിടുന്ന് അയപ്പിച്ചു. ഗുരുദാസ്പൂർ ഒരു ബാങ്കിൽ കൂടെ അയച്ചു. ആ പണം വെള്ളിയാഴ്ച അവിടെ കിട്ടി. ശനിയാഴ്ച അദ്ദേഹം കാരണം ഭയങ്കര തണുപ്പാണ് അവിടെ. അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ മക്കളുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉടനെ ഞാൻ പറഞ്ഞു കുറച്ച് കഥകെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് രാത്രിയിൽ, കാരണം മഞ്ഞ് വീഴുന്നുണ്ട്, തണുത്ത കാറ്റെടുത്തായിരിക്കട്ടെ, കഥകെങ്കിലും ഫിറ്റ് ചെയ്ത് അതിനുവേണ്ടി ആ പണം വാങ്ങിച്ചത്. അദ്ദേഹം പണം എടുത്തു. ഞാൻ ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം നടന്ന സംഭവമായി പറയുന്നത്. ആരും കഥവ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം മറ്റുള്ളവരെല്ലാം കൂടെ വന്ന് വീട് മുഴുവനും വലിയ പിക്കാശം അതുകൊണ്ടൊന്നും മുഴുവൻ ഭിത്തികളും താഴെ ഇട്ടു, എല്ലാം നശിപ്പിച്ചു. അവനും ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടു. സ്വന്തക്കാരാ ചെയ്തു. ഞാൻ അവനോട് ചോദിച്ചു, സഹോദര എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, കരഞ്ഞോട് പറയാണ്, എന്ത് വന്നാലും എന്നെയും കുഞ്ഞുങ്ങളെയും കഷ്ണം കഷ്ണമായി മുറിച്ചാലും ഞങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകും. അത് ഫോണിൽ കൂടെ രഹസ്യമായി ഫോണിൽ കൂടെ അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി. അതുപോലെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു 6-7 മാസമായി. എന്നാൽ കഴിഞ്ഞ മാസം ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പേ ഡിസംബർ മാസം സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച മുഹമ്മദ് ആയൂബ് ഖാൻ, നല്ല പഠിപ്പുള്ളവനും ഉയരമുള്ള പുള്ളിക്കാരനും ഭാര്യയും 1-2 മക്കളുമുണ്ട്. നല്ല ജോലിയിലായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ട് വന്നു. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ചുമടുകയാണ്. യേശുവിൻ്റെ പിന്നാലെ പോയതിനാൽ ജോലി നഷ്ടപ്പെട്ടു. ഈ കൂലി നിങ്ങൾ കാണുന്നത്, അവിടെ ഈ കൂലിക്കാരി ബസ്സിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, അവിടെ സാധനം ഇറക്കി കൊണ്ടുപോവുക. നല്ല ഗ്രാജുവേറ്റാണ്. ഞാൻ ആ സഹോദരനോട് ചോദിച്ച, സഹോദരയൊക്കെ കൊണ്ടുവന്നു, എൻ്റെ യേശു ക്രൂശ് ചുമന്നെങ്കിൽ, എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശ് ചുമന്നെങ്കിൽ എനിക്കിത് വളരെ സന്തോഷം നൽകുന്നതാണെന്ന് പറയും. പിന്നെ അതുകൂടെ മൻസൂർ അഹമ്മദ് ഭട്ടു, അദ്ദേഹമാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം 4-5 വർഷമായിപ്പോൾ കർത്താവിൻ്റെ വേലയിൽ. അദ്ദേഹം MLA ആയിട്ട് പോകേണ്ടതാണ്, ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. അതെല്ലാം വിട്ടു വേലയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. തൻ്റെ ഭാര്യയെ തന്നെ ഒറ്റിക്കൊടുത്തു. ആദ്യത്തെ പ്രാവശ്യം മർദ്ദിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഭാര്യയും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. എത്ര കഷ്ടങ്ങളാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്നാൽ കേരളത്തിലുള്ളവർ, യേശുവേ എനിക്ക് വീട് വേണം, എനിക്ക് റബ്ബർ തോട്ടം വേണം, എനിക്ക് ജോലി വേണം, എന്നാൽ ഞാൻ നിന്നെ പിൻപറ്റും. കർത്താവ് ഒരു കണ്ണുകൊണ്ട് അവരെ കാണുന്നു, നിങ്ങളെയും കാണും. അതുപോലെ ഞാൻ ചൈനയിലും പ്രവർത്തിക്കുന്നു. ചൈനയിൽ എത്ര നാളായി, എത്ര വിശുദ്ധന്മാർ ജയിലിൽ കിടക്കുന്നു. എൻ്റെ എളിയ ശുശ്രൂഷയാൽ മുൻപോട്ട് വന്ന് എത്ര പേര് ജയിലിൽ കിടക്കും. അവരെല്ലാം പറയുന്നു, യേശുവേ നീ എപ്പോൾ വരും? കേരളത്തിലുള്ളവർ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും, നമ്മുടെ സങ്കടം മാറും. പ്രിയമുള്ളവരെ, എത്ര പേര് കഷ്ടതയിൽ കൂടെ പിതാവിനെ അറിഞ്ഞു പോകുമ്പോൾ ദൈവത്തിന് 2 സ്റ്റാൻഡേർഡില്ല, 2 വചനമില്ല, ഒരേ വചനമേ ഉള്ളൂ. അത് ഇന്ത്യയിലായാലും എവിടെയായാലും. അതുകൊണ്ട് കേരളത്തിലുള്ളവരെ, ഞാനൊരു ചൂണ്ടുപലകയായി വന്ന് നിൽക്കുകയാണ്. ഇതാണ് വഴി മാത്രം.
ദൈവം എന്നെ ഒരു ചൂണ്ടുപലകയായി അയച്ചിരിക്കുകയാണ്. ഇതാണ് വഴി. ആ വലിയ വിസ്താരത്തിൽ കൂടെ പോകുന്നവരാണ്. ആർക്ക് താല്പര്യമുണ്ട് അവർ ശരിയായ മാർഗം. 2 മാർഗമില്ല, ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ സത്യവചനമാണ് നിങ്ങളോട് പറയുന്നത്. മായമില്ലാത്ത പാല്, അല്പം പോലും മായം ചേർക്കാത്ത പാലാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മധ്യത്തിൽ വേദമൂർത്തി, അദ്ദേഹൻ്റെ ഭാര്യ, അവർ മൈസൂരിൽ നിന്ന് വന്നവരാണ്. ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അവരുടെ ജീവൻ അപകടത്തിലാണ്. എന്തിലും അവർ യേശുവിന് വേണ്ടി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കേരളത്തിലുള്ള ദൈവജനമേ, ഈ ചതിയന്മാരുടെ പ്രസംഗം കേട്ട് നിങ്ങൾ നശിച്ചു പോകരുതേ. ഈ കൊള്ളക്കാരുടെ പ്രസംഗം, നിങ്ങളെ കൊള്ളയിടാൻ വന്നവരാണവർ. അവരെ അറിഞ്ഞിട്ടും അവർ കൊള്ളയുടെ മാർഗമാണ് അവർക്ക് നല്ലതായിട്ട് മനസ്സിലാകുന്നത്. കേരളത്തെ നശിപ്പിക്കാൻ സാത്താന്റെ അഭിഷേകത്താൽ വന്നവരാണിവർ. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ അല്ല. അവരിലുള്ള അന്യഭാഷ, അവരിലുള്ള അത്ഭുതങ്ങളെല്ലാം വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. യഥാർത്ഥ യേശുവിൽ നിന്നല്ല. യഥാർത്ഥ യേശുവിൽ എന്താണ്? നിന്നെയും കഷ്ടവും ചുമന്ന് യാത്രക്കാരായി. പെന്തക്കോസിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എത്ര കഷ്ടങ്ങൾ സഹിച്ചു, നിന്ന സഹിച്ചു, അപമാനങ്ങൾ സഹിച്ചു. ഇന്നും അതേ മാർഗം തന്നെ. ആ പഴയ പാത തേടി അന്വേഷിപ്പീൻ. പുതിയ പാത തേടിപ്പോകാതെ ആ പഴയ പാത തേടിപ്പോയാൽ നിങ്ങളുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവും. പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തലയെ തന്നെ അല്പനേരം ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് സത്യവചനമാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ സത്യവചനം. ഹല്ലേലൂയ.